ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സിനിമ കണ്ടു. ഒരു തമിഴ് സിനിമയാണ്. ഡ്രാഗൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒരു പിന്നെന്താ പറയുക, കമ്മിങ് ഓഫ് ഏജ് റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന സിനിമയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് അശ്വന്ത് മാരിമുത്താണ്, എഴുതിയിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ്. നമ്മുടെ പ്രദീപ് രംഗനാഥനാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. പ്രദീപ് രംഗനാഥനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. കോമാളി എന്ന സിനിമയുടെ ജയൻ രവിയുടെ കോമാളി എന്ന സിനിമ സംവിധാനം ചെയ്ത ആളാണ്. പിന്നെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ലവ് ടുഡേ എന്ന സിനിമ എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു ഗ്യാരണ്ടി ഉള്ള ഒരു നടനായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു പ്രദീപ് രംഗനാഥൻ. എന്താ പറയുക, സംവിധായകനിൽ നിന്ന് നടനിലേക്ക് വന്നു. കിടിലൻ സിനിമ ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ കിടിലൻ സിനിമ. നല്ലൊരു മെസ്സേജ് ഈ സിനിമയിൽ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അതൊരു കോമഡി എന്റർടൈൻമെന്റ് രൂപത്തിൽ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചാണ് സിനിമ. ഏകദേശം 2 മണിക്കൂർ 40 മിനിറ്റ് എടുത്തുണ്ട് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. പക്ഷെ നമുക്ക് എവിടെയും ബോറടിക്കാതെ നമ്മളെ ഇരുത്തിച്ച് കൊണ്ടുപോകുന്നുണ്ട് സിനിമ. ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ആകുന്നുണ്ട് ഈ ഒരു സിനിമ എന്നുള്ളതാണ്. നല്ലൊരു വൈബ് പടം എന്ന് പറയാം ഈ ഒരു സിനിമ. എവിടെയും നമ്മളെ ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത എന്നുള്ളത്. വേറൊരു കാര്യം പറഞ്ഞാൽ, സാധാരണയുള്ളതുപോലെ മെസ്സേജ് ഒക്കെ തരുന്ന സിനിമകളിൽ പല സ്ഥലത്ത് നമുക്ക് ലാഗ് അടിക്കും ഇതുപോലുള്ള മെസ്സേജുകൾ ആകുമ്പോൾ. പക്ഷേ ഈ ഒരു സിനിമ അത് നല്ലൊരു മെസ്സേജ് തരുന്നുണ്ട്. പക്ഷെ എവിടെയും ബോറടിപ്പിക്കാതെ അവർ നല്ല ക്വാളിറ്റി, നല്ല മ്യൂസിക് കൊടുത്ത്, നല്ല റൊമാൻറ്റിക് സീനുകൾ കൊടുത്ത്, നല്ല കോമഡികൾ കൊടുത്ത്, നല്ല പെർഫോമൻസുകൾ കൊടുത്ത് അത് നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട് സിനിമ എന്നുള്ളത്. കുറുക്കു വഴിയിലൂടെ നേടുന്ന വിജയം ശാശ്വതമായിരിക്കില്ല എന്നൊരു മെസ്സേജാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. അത് അവർ ചെയ്തു വെച്ച സംഭവം ഇൻട്രോയിൽ വരെ ഏകദേശം പ്രഡിക്റ്റബിൾ ആയിരുന്നു. അങ്ങ് നമുക്ക് കണ്ടിരിക്കുക എന്നുള്ളൊരു വളരെ രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ കണ്ടിരിക്കുക എന്നുള്ളത് ഉണ്ടായിരുന്നു ഇൻട്രോയിൽ വരെ. പക്ഷേ ഇൻട്രോയിന് ശേഷം ഒരു എന്താ പറയുക, ആ സ്റ്റോറി ഒന്ന് ചേഞ്ച് ആവുകയാണ്. ആ ചേഞ്ച് ആയതിനു ശേഷം പിന്നെ നല്ല രസകരമായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്ക് അടുത്തെന്ത് സംഭവിക്കും, ലാസ്റ്റ് എന്താവും എന്നുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് രക്ഷയിലായിരുന്നു. ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് സംഭവം ക്ലൈമാക്സ് സൂപ്പറായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, സിനിമ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നവർക്ക് നിന്നും വേറൊരു സംഭവമുണ്ട്. അതും സൂപ്പറായിട്ട് തന്നെയുണ്ട് സിനിമ എന്നുള്ളത്. എന്തായാലും കണ്ടു നോക്കുക. നല്ലൊരു അനുഭവമായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് മൂവി എന്ന് പറയാവുന്ന സിനിമയാണ്. പിന്നെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമ. പിന്നെ ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം വളരെ മികച്ച രീതിയിൽ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കൊക്കെ, പാട്ടുകളൊക്കെ ഓക്കെ, കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. മ്യൂസിക് സൂപ്പറായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ. പിന്നെ ഒരു ബ്രേക്കപ്പ് സീൻ ഉണ്ട് ഈ തമ്മിലൊരു മഴയെന്നുള്ള ഒരു രക്ഷയില്ലടാ. ആ ഒരു സോങ്ങും കാര്യങ്ങളും അവിടെ നിന്നുള്ള അനുഭവ പരമേശ്വരൻ്റെ പെർഫോമൻസ്. അഭിനയിച്ചവരുടെ കാര്യം പറയാൻ പറഞ്ഞു. അനുഭവ പരമേശ്വരനും കയലു ലോഹറും ഒക്കെയാണ് നായകന്മാരായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഗൗതം വാസുദേവനുണ്ട്, മിഷ്കനുണ്ട്. അപ്പോൾ സംവിധായകന്മാർ ഒരുപാടുണ്ട്. പിന്നെ ഇവരൊക്കെ എന്താ പറയുക, കാസ്റ്റിങ് കൊടുത്ത ആ ഒരു പിന്നെ റോളുകൾ വളരെ മികച്ച രീതിയിൽ എല്ലാവരും പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ റോളാണെങ്കിൽ പോലും നല്ലൊരു പ്രാധാന്യം, നല്ലൊരു ഇമ്പോർട്ടൻ്റ് എല്ലാ കഥാപാത്രങ്ങൾക്കും ഉണ്ട് എന്നുള്ളതും ഈ ഒരു സിനിമയുടെ ഒരു പോസിറ്റീവ് തന്നെയാണ്. അത് നല്ല രീതിയിൽ തന്നെ അവർ പിന്നെ എന്താ പറയുക ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ലൊരു സിനിമ. ഇതിനോടകം തന്നെ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.